നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശിവപുരാണത്തിലെ രുദ്രസംഹിതത്തിലെ സൃഷ്ടികാണ്ഡത്തിലെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. പണ്ട് കാമ്പില്യ എന്ന് പറഞ്ഞ രാജ്യത്ത് യജ്ഞദത്തൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനും ദേശക്കാർക്കും എല്ലാം ഒരുപോലെ ബഹുമാനവും ആദരവും ഉള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. സോമയാഗങ്ങളിലും അങ്ങനെ മറ്റു പല യാഗങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിഞ്ഞ് ഒരു പുത്രനുണ്ടായി. ആ പുത്രന് ഗുണനിധി എന്ന് പേര് വിട്ടു. കുഞ്ഞിലെ മുതൽ തന്നെ വളരെയധികം വിജ്ഞാനവും പരിജ്ഞാനവും ഒക്കെയുള്ള ഒരു കുഞ്ഞായിട്ടാണ് അദ്ദേഹം ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല വിവരവും അറിവും ഉണ്ടായിരുന്നു ആ കുഞ്ഞിന്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോൾ ചീത്ത കൂട്ടുകളിൽ ചെന്ന് ചാടി. വളരെയധികം മോശപ്പെട്ട ആൾക്കാരായിട്ടാണ് ഈ ഗുണനിധിക്ക് കൂട്ടുണ്ടായത്. ഗുണനിധി പതുക്കെ കള്ളു കുടിക്കാനും ചൂതാട്ടം കളിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ ഇതൊന്നും ഒരിക്കലും യജ്ഞദത്തൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇതെല്ലാം യജ്ഞദത്തന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു, അതായത് ഗുണനിധിയുടെ അമ്മയ്ക്ക്. പക്ഷെ എല്ലാം ഈ അമ്മ മകനോടുള്ള സ്നേഹം കാരണം തൻ്റെ ഭർത്താവിൽ നിന്നെല്ലാം മറച്ചു വെച്ചു. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കും, മോനെ നീ ഇങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ കാണിക്കരുത്, ചെയ്യരുത്, അച്ഛന് നാണക്കേടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഉപദേശിക്കുമായിരുന്നു. പക്ഷെ ഗുണനിധി ഇതൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അമ്മ തീരുമാനിക്കുകയാണ് ഇവനെ വിവാഹം കഴിപ്പിച്ച് ഇവൻ നന്നാവും എന്ന് വിചാരിച്ച് യജ്ഞദത്തനോട് പറഞ്ഞ് ഗുണനിധിയെ വിവാഹം കഴിപ്പിക്കുകയാണ്. വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞിട്ടും ഈ ഗുണനിധിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ആ ഭാര്യ വന്നിട്ടും അയാൾക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമാണ് അവിടെ താമസിച്ചിട്ടുണ്ടായത്. പിന്നെ അമ്മ ഉപദേശിക്കും ഇങ്ങനെ ചെയ്യരുതെന്ന്. ഗുണനിധി കേൾക്കില്ല. പതുക്കെ ഗുണനിധി തൻ്റെ വീട്ടിൽ നിന്ന് വളരെയധികം അമൂല്യങ്ങളായ വസ്തുക്കൾ കൊണ്ട് ചൂതാട്ടത്തിന് കൊടുക്കാൻ തുടങ്ങി. വലിയ രത്നം കൊണ്ടുള്ള പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊണ്ട് ചൂതാട്ടം നടത്താൻ തുടങ്ങി. ഇതൊക്കെ അമ്മ എടുത്തു കൊടുക്കുകയും ചെയ്യും. കാരണം മകനെ കടം പറയരുതല്ലോ, ആൾക്കാർ ഉപദ്രവിക്കരുതല്ലോ, അതുകൊണ്ട് അമ്മ എടുത്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു ദിവസം യജ്ഞദത്തൻ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആള് അവിടെ അടുത്ത് ചൂതാട്ടം നടത്തുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്. ഇയാളുടെ കയ്യിലൊരു മോതിരം കണ്ടപ്പോൾ യജ്ഞദത്തൻ ചോദിക്കുകയാണ്, ഈ മോതിരം എവിടുന്ന് കിട്ടി? അപ്പൊ അയാൾ ഈ മോതിരത്തിലേക്ക് നോക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടില്ല. വളരെയധികം അമൂല്യമായിട്ടൊരു മോതിരമാണ്, ഇത് അധികം ആർക്കും ഇല്ല, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. നീ എൻ്റെ വീട്ടിൽ വന്ന് മോഷിച്ചല്ലേ? ഇത് എനിക്ക് ഇങ്ങനത്തെ ഒരു മോതിരം ഉണ്ടായിരുന്നു, നീ മോഷിച്ചാണല്ലേ ഇത്? നീ എൻ്റെ വീട്ടിൽ വന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇയാൾ പറയും, ഇത് ഞാൻ മോഷിച്ചതല്ല, അങ്ങയുടെ മകൻ ചൂതാട്ടത്തിന്റെ സമയത്ത് കടം വന്നപ്പോൾ ഇതാണ് എനിക്കെടുത്ത് തന്നത്. അങ്ങയുടെ മകന് സ്ഥിരം കള്ളുകുടിയും ചൂതാട്ടം കളിക്കാലുമാണ് ജോലി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ യജ്ഞദത്തൻ ഞെട്ടും. കാരണം യജ്ഞദത്തൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ആകെ നാണക്കേടായി അവിടുന്ന് പോരുകയാണ് യജ്ഞദത്തൻ. തൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുകയാണ്, ഇത് ഗുണനിധിയെ കുറിച്ച് ഞാനിന്ന് കേട്ടു, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. ഭാര്യ ഒന്നും മിണ്ടില്ല. യജ്ഞദത്തന് വല്ലാണ്ട് സങ്കടം വരും. പറയാണ്, നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാനോ നിന്നെ വഴക്ക് പറയാനോ എനിക്ക് പറ്റില്ല. പക്ഷെ നീ സ്വന്തം മകന്റെ തെറ്റു മറച്ചു വെച്ചു. നിനക്ക് ഒറ്റ മകനേ ഉള്ളൂ എന്ന് വിചാരിച്ച് നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അവൻ നശിച്ചു പോകുമ്പോൾ അവനെ നന്നാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. നീ എന്നോട് പറയണമായിരുന്നു, നീ അത് മറച്ചു വെച്ചു. നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. ഇനി നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ മകനെ പടിയടച്ച് പിണ്ണം വെക്കുകയാണ്. അത് അവിടുന്ന് ഇറങ്ങിപ്പൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ ഗുണനിധി വന്നു കഴിയുമ്പോൾ ഗുണനിധിയോട് പറയും, ഇറങ്ങിപ്പൊക്കോളാൻ, വീട്ടിൽ നിൽക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഇദ്ദേഹം എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് പോവുകയാണ് അവിടുന്ന്. അപ്പോൾ ഗുണനിധിക്ക് വിഷമാവും. അമ്മയ്ക്ക് ഇത് വന്നത് ഗുണനിധി കാരണമാണല്ലോ എന്നൊരു വിഷമം ഗുണനിധിക്ക് ഉണ്ടാവും. പക്ഷെ ഗുണനിധി ഒന്നും കാര്യമാക്കില്ല, അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്, അവിടെ മുഴുവൻ നാട് മുഴുവൻ അലഞ്ഞു നടക്കുകയാണ്. ഒരു ജോലിയില്ല, എന്താ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു രീതിയിലും ആഹാരം കഴിക്കാൻ വഴിയില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വഴിയില്ല. അപ്പൊ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു ശിവരാത്രി ദിവസം ഒരു ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ ചെന്നിരിക്കുകയാണ് ഗുണനിധി. വല്ലാണ്ട് വിശന്നിരിക്കുകയാണ് ഗുണനിധിക്ക്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാണ്ടായിരിക്കുക. പെട്ടെന്ന് നോക്കുമ്പോൾ കുറച്ച് ഭക്തര് വരുന്നു. അവര് ഒരുപാട് ആഹാരങ്ങൾ കൊണ്ടാണ് വരുന്നത്. പലതരം ഭക്ഷണ സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഗുണനിധി വിചാരിക്കുകയാണ്, ഇതൊക്കെ ശിവന് വേണ്ടിയിട്ട്, ഇന്ന് ശിവരാത്രിയാണ്, ശിവന് നിവേദ്യത്തിനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇവർ ഉറയും കഴിയുമ്പോൾ ഇത് ഞാൻ എടുത്ത് കഴിക്കാം എന്നിങ്ങനെ ഗുണനിധി മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പം രാത്രി വരെ പൂജകളായിരുന്നു, ശിവന്റെ മന്ത്രങ്ങൾ ജപിക്കുക, ശിവന് വേണ്ടിയുള്ള പൂജകൾ നടത്തുക, അതൊക്കെ ആ അമ്പലത്തിൽ അതൊക്കെയാണ് നടന്നിരുന്നത്.
അപ്പം ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് ഗുണനിധി. അങ്ങനെ കുറേ രാത്രിയായി, ഇവരെല്ലാം ഉറങ്ങി കഴിയുമ്പോൾ ഗുണനിധി അകത്തേക്ക് കയറുകയാണ്. ഇപ്പം അമ്പലത്തിന്റെ പുറത്തായിട്ടൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ വിളക്ക് കെടാറായി. അപ്പോൾ അവിടെ നിന്നും വെളിച്ചം തീരെ ഇല്ലാണ്ടായി. അപ്പോൾ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഗുണനിധി അടുത്ത ഈ കാര്യം ചെയ്യുന്നത്. ഗുണനിധി തൻ്റെ വസ്ത്രത്തിൽ നിന്ന് ഒരു കഷ്ണം കീറിയിട്ട് അത് കത്തിച്ച് ആ വിളക്കിൽ വെക്കുകയാണ്. അപ്പോൾ അവിടെ വെളിച്ചം വരും. എന്നിട്ട് അകത്ത് കയറി ആഹാരം മുഴുവൻ മോഷ്ടിച്ചെടുക്കുകയാണ്. പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ ഗുണനിധി ഈ വിളക്കിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ഈ തറയിലൊക്കെയാണ് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നത്. ഒരാളെ കീറി ചവിട്ടും. ഈ ചവിട്ട് കിട്ടിയ ആള് ഞെട്ടി അലറി കൂവി എണീക്കും. ബാക്കിയുള്ളവരും കൂടെ എണീക്കും. അപ്പോൾ വേഗം ഗുണനിധി അവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് ഗുണനിധി വീണ് തലയിടിച്ച് മരിക്കുകയാണ്. അങ്ങനെ ഗുണനിധി മരിച്ചു കഴിയുമ്പോൾ ഗുണനിധി ആത്മാവിനെ കൊണ്ടുവരാൻ വേണ്ടി യമദൂതന്മാരെത്തുകയാണ്. യമദൂതന്മാരെത്തി ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ വേഗം ശിവഗണങ്ങൾ വരികയാണ്. അപ്പോൾ യമദൂതന്മാരെ ചോദിക്കും, എന്താണ് നിങ്ങളിവിടെ? ഇവൻ ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവനാണ്, ഇവനെ ഞങ്ങൾ യമലോകത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ് എന്ന് പറയാം. അപ്പോൾ ശിവഗണങ്ങൾ പറയും, ഇല്ല, ഇന്ന് ശിവരാത്രി ദിവസം അവൻ ഇവിടെ ഇരുന്ന് ശിവന്റെ മന്ത്രങ്ങൾ കേട്ടു. അവൻ വ്രതം അനുഷ്ഠിച്ചു. കാരണം അവൻ ഒരു തുള്ളി ജലം പോലും കുടിച്ചില്ല. അവൻ വ്രതം അനുഷ്ഠിച്ചു. ഇന്ന് മുഴുവൻ അവൻ ശിവന്റെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. അതിനേക്കാളും ഒക്കെ ഉപരി അവൻ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവനൊരു വിളക്ക് കത്തിച്ചു. അപ്പോൾ അവന്റെ പാപങ്ങളെല്ലാം തീർന്നു. ഞങ്ങൾ അവനെ ശിവലോകത്തേക്ക് കൊണ്ടുപോവാണെന്ന് പറയുകയാണ്. അപ്പൊ യമദൂതന്മാര് ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഗുണനിധിയെ ഈ ശിവഗണങ്ങളുടെ കൂടെ വിടുകയാണ്. അങ്ങനെ ഗുണനിധി ശിവലോകത്ത് എത്തുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.